ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഗ്രിൽഡ് ഫിഷാണ്. അതിനായി അത്യാവശ്യം വലിപ്പമുള്ള കാളാഞ്ചി എന്ന് പറയുന്ന ഫിഷാണ് എടുത്തേക്കുന്നത്. ഇനി ഇതുപോലെ നമുക്കത് വരഞ്ഞെടുക്കാം. വൃത്തിയാക്കി വെച്ച ഫിഷാണ്. അപ്പോൾ അത് ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് വേണം വരഞ്ഞെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഗ്രേവി തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഇഞ്ചി, ഇതുപോലെ വെളുത്തുള്ളി, പിന്നെ ചുവന്നുള്ളി, അത്യാവശ്യം കുറച്ചധികം ചുവന്നുള്ളി, പിന്നെ ഇനി ആവശ്യമായിട്ടുള്ളത് പച്ചക്കുരുമുളക്, പിന്നെ അതിനോടൊപ്പം തന്നെ 2 പച്ചമുളക്, ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഒരു നാരങ്ങയുടെ നീര്, ഇവയെല്ലാം ചേർത്തിട്ട് ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് ഇത് അരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ഗ്രേവി തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ വരഞ്ഞു വെച്ച ഫിഷിലേക്ക് ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഗ്രേവി കയറത്തക്ക രീതിയിൽ കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ഉൾവശം നമ്മളിതിൻ്റെ വയർ ഭാഗമൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. എന്നാലേ മീനിലേക്ക് മസാലയൊക്കെ ഒന്ന് ഇറങ്ങുള്ളൂ. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബാക്കിയുള്ള ഗ്രേവി തേച്ച് പിടിപ്പിച്ചെടുക്കാം. അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഒരു വാഴയില എടുത്തിട്ട് അത് നമുക്ക് തീയിലൊന്ന് വാട്ടിയെടുക്കണം. അപ്പം നമ്മൾ ഈ മീൻ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഹോൾഡ് ചെയ്യുമ്പോഴേക്കും അത് പെട്ടെന്ന് കീറിപ്പോയില്ല. നമുക്ക് സുഖമായിട്ടത് മടക്കിയെടുക്കാനൊക്കെ സാധിക്കും. ഇനി ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളൊരു വാഴയിലാണ് എടുത്തത്. 2ആയിട്ട് മുറിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മീൻ എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെക്കാം. ഇതേ രീതിയിൽ നന്നായി മടക്കി എടുത്തതിന് ശേഷം വാഴനാര് കൊണ്ട് തന്നെ നമുക്ക് കെട്ടിയെടുക്കാം. ഈ സമയം തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള കനലും തയ്യാറാക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരണം. നല്ല കനലാവണം. ഇതെല്ലാം ചാർക്കോൾ ഫുള്ള് നമുക്ക് നല്ല കനലായിട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ കെട്ടിയെടുത്തിട്ടുള്ള മീൻ നമുക്ക് ഗ്രിൽ നെറ്റിലേക്ക്, അതായത് ഗ്രില്ലിംഗ് ട്രേയിൽ അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അതായത് കറക്റ്റ് അളവാണെന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യുകയാണ്. ഇനി ജസ്റ്റ് ഒന്ന് അടച്ചൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ് ഞാൻ. അപ്പോൾ നമ്മുടെ കനലൊക്കെ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ വാഴയിലയിൽ കെട്ടിയെടുത്തിട്ടുള്ള മീൻ ഇനി അലൂമിനിയം ഫോയിലൊന്ന് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ട് വെക്കാനായിട്ട്. നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ ഞാനിപ്പോൾ 2 അലൂമിനിയം ഫോയിൽ ഷീറ്റാണ് എടുത്തേക്കുന്നത്. ശരിക്കും ഒരെണ്ണത്തിൻ്റെ ആവശ്യമൊക്കെ ഉള്ളൂ. ഞാൻ 2 വെച്ചിട്ടാണ് ഫോൾഡ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് വണ്ണാണ്. ഇതുപോലെ തന്നെ 2 എടുത്തിട്ടുണ്ടായി. ഇനി നമുക്ക് അത് സെയിം ഗ്രിൽ നെറ്റിലേക്ക് കയറ്റി ഇതേപോലെ ലോക്ക് ചെയ്തിട്ട് കനലിലേക്ക് നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള കനലിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഓരോ 2 മിനിറ്റ് കൂടുമ്പോൾ ഇത് തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കണം. ഏകദേശം ഒരു 3/4 മണിക്കൂറിനകത്തൊക്കെ സമയം വേണ്ടി വരുള്ളൂ. മീനല്ലേ, ഇറച്ചിയൊന്നുമല്ലല്ലോ. അപ്പോൾ മീനായതുകൊണ്ട് നമുക്ക് വേഗം തന്നെ ആയി കിട്ടും. പിന്നെ നല്ല കനലുണ്ട്. അപ്പം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ചൂടാണ്. വാഴയിലയിലൊക്കെ നമ്മൾ വേവിക്കണതിൻ്റെ ആ ഒരു പ്രത്യേക സ്മെല്ലും മസാലയുടെയൊക്കെ ആ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. കാര്യം നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ഈ ഫിഷ് തയ്യാറാക്കിയിട്ടുള്ളത്. നോക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് പതുക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റായിട്ടുണ്ട്. എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കാണെങ്കിലും കൊടുക്കാനായിട്ട് നല്ല. ഇതിൽ അല്പം പോലും നമ്മൾ ഓയിലും ആഡ് ചെയ്തിട്ടില്ല. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.